ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു ചിക്കൻ തിക്കാണ്. അതായത് ചിക്കൻ ബോൺസ് ചിക്കൻ ഇല്ലേ, അതുകൊണ്ടുള്ള തിക്ക നല്ല ടേസ്റ്റാണ്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ. എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ കഷ്ണങ്ങളാക്കിയത് എടുത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, പിന്നെ മസാല തേക്കാനുള്ളത്, പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, എന്താ ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക പൊടി ഇത്തിരി ഒരു നുള്ള് അത്. അതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് പിന്നെ ഫ്രഷ് ക്രീം ഒഴിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ അതിലേക്ക് സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, നമ്മളത് കമ്പെന്നൊക്കെ പറയില്ല, ആ കോൺ ഇട്ട് കൊടുക്കണ്ട. നല്ല രസമായി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കോൺ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് പിന്നെ അതും അതിലിട്ട് കൊടുക്കുക ഈ മസാലയിൽ. അതിന് ശേഷം നന്നായിട്ട് കുഴച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം അരമണിക്കൂറോളം നമ്മൾ പുറത്ത് വെക്കുക. കോൺ കണ്ടില്ലേ, ഈ കോൺ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിട്ട് കൊടുക്കുക. ഈ കോൺ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ്, തിക്ക കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എണ്ണ ഇട്ട് കൊടുക്കുക, പിന്നെ എന്നിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ പരത്തി വെച്ചിട്ട് പൊരിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. വറുത്ത് കോരിച്ച ഒരു കഷ്ണം കണൽ കത്തിക്കുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ അതിൽ വെച്ചെടുക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം പിന്നെ ഒരു ചട്ടി വെക്കുക. അതിലേക്ക് ഗ്രാമ്പ് പട്ട ഏലക്ക ഓരോരോ മൂന്നെണ്ണം എടുത്തിട്ട് പിന്നെ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ ഒരു സവാള നല്ല പൊടിയാക്കിയത് അതിൽ ഇട്ട് കൊടുക്കുക, ചെറിയ ചെറിയ പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 തക്കാളി മിക്സിയിലിട്ട് അരച്ചത് ഒഴിച്ച് കൊടുക്കുക. നന്നായി മൂപ്പിക്കുക. അതിന് 1/4 സ്പൂണും ഇതേപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ഇട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചിക്കൻ വറുത്ത് കോരിയെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അതായിരിക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പൊടി ഉണ്ടാവില്ലോ, എന്താണ് ഉലുവപ്പൊടി, എന്താ പറയുന്നത്, മറന്നു, കസ്തൂരി മേത്തി, അതിട്ട് കൊടുക്കുക. നന്നായി കുഴക്കുക. അടിപൊളി ടേസ്റ്റ്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി. ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.